അധ്യായം 4. നെബൂഖദ്നേസറിന്റെ രണ്ടാം സ്വപ്നം. നെബൂഖദ്നേസർ രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്: നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമായി ഉണ്ടാകട്ടെ. അത്യുന്നതനായ ദൈവം എനിക്ക് അറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത്! അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളവ! അവിടുത്തെ രാജ്യമോ എന്നേക്കും നിലനിൽക്കുന്നത്! അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നത്! നെബൂഖദ്നേസറായ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ സ്വൈര്യമായി ഐശ്വര്യത്തോടെ വസിക്കുകയായിരുന്നു. എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടതിന് ബാബിലോണിലെ സകല ജ്ഞാനികളെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ കൽപ്പിച്ചു. മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദായരും ജ്യോത്സ്യന്മാരും വന്നു. ഞാൻ സ്വപ്നം എന്തെന്ന് പറഞ്ഞെങ്കിലും അവർക്കാർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എൻ്റെ ദേവൻ്റെ നാമധേയമനുസരിച്ച് ബെൽത്ശസ്സർ എന്ന് വിളിക്കപ്പെടുന്നവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എൻ്റെ മുൻപിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: മന്ത്രവാദികളിൽ പ്രമുഖനായ ബെൽത്ശസ്സർ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് അജ്ഞേയമല്ലെന്നും എനിക്കറിയാം. ഇതാ ഞാൻ കണ്ട സ്വപ്നം. അതിൻ്റെ വ്യാഖ്യാനം പറയുക. എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ്. ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടു. ആ വൃക്ഷം വളർന്നു വലുതായി. അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു. ഭംഗിയുള്ള ഇലകളോട് കൂടി അത് ഫലസമൃദ്ധമായിരുന്നു. എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു. വന്യമൃഗങ്ങൾ അതിൻ്റെ തണലിൽ അഭയം തേടി. ആകാശപ്പറവകൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. എല്ലാ ജീവികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഈ വൃക്ഷം വെട്ടിമുറിച്ച്, കൊമ്പുകൾ ഛേദിച്ച്, ഇലകൾ തല്ലിക്കൊഴിച്ച്, കായ്കൾ ചിതറിച്ചു കളയുവിൻ. വന്യമൃഗങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ നിന്നും ഓടി ഒളിക്കട്ടെ. അതിൻ്റെ കുറ്റി ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിച്ച് വയലിലെ ഇളം പുല്ലുകളോടൊപ്പം ഉപേക്ഷിക്കുക. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെ. വന്യമൃഗങ്ങളോടുകൂടെ ഭൂമിയിലെ പുല്ലിൽ കഴിയാനായിരിക്കട്ടെ അവൻ്റെ വിധി. അവന് മനുഷ്യൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിൻ്റെ മനസ്സ് ലഭിക്കട്ടെ. 7 സംവത്സരം അവനങ്ങനെ കഴിയട്ടെ. ഈ വിധി ദൂതന്മാരുടെ പരിശുദ്ധന്മാരുടെ കൽപ്പന അനുസരിച്ചാണ്. അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നതെന്നും താൻ തീരുമാനിക്കുന്നവർക്ക് അവിടുന്ന് അത് നൽകുമെന്നും മനുഷ്യരിൽ ഏറ്റവും എളിയവരെ അതിന്മേൽ വാഴിക്കുമെന്നും മനുഷ്യരെല്ലാവരും ഗ്രഹിക്കേണ്ടതിനാണിത്. ഈ സ്വപ്നമാണ് നെബൂഖദ്നേസർ രാജാവായി ഞാൻ കണ്ടത്. ആകയാൽ അല്ലയോ ബെൽത്ശസ്സർ, വ്യാഖ്യാനം എന്തെന്ന് പറയുക. എൻ്റെ രാജ്യത്തെ ജ്ഞാനികളിൽ ആർക്കും ഇത് വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല. എന്നാൽ പരിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളതുകൊണ്ട് നിനക്ക് സാധിക്കും. ബെൽത്ശസ്സർ എന്നു പേരുള്ള ദാനിയേൽ ഒരു നിമിഷത്തേക്ക് അസ്വസ്ഥനായി. ചിന്തകൾ അവനെ പരിഭ്രാന്തനാക്കി. രാജാവ് പറഞ്ഞു: ബെൽത്ശസ്സർ, സ്വപ്നമോ അതിൻ്റെ അർത്ഥമോ നിന്നെ ആകുലനാക്കാതിരിക്കട്ടെ. ബെൽത്ശസ്സർ പറഞ്ഞു: പ്രഭു, സ്വപ്നം നിന്നെ വെറുക്കുന്നവരെയും വ്യാഖ്യാനം നിന്റെ വൈരികളെയും ഉദ്ദേശിച്ചായിരിക്കട്ടെ. ആകാശം മുട്ട വളർന്ന് ശക്തിപ്പെട്ടതും ഭൂമിയിൽ എവിടെയും നിന്ന് കാണാവുന്നതും മനോഹരമായ ഇലകളും നിറയെ ഫലങ്ങളുമുള്ളതും, അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്നതും, ചുവട്ടിൽ വന്യമൃഗങ്ങൾ അഭയം കണ്ടെത്തിയിരുന്നതും, കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾ പാർത്തിരുന്നതുമായി നീ കണ്ട വൃക്ഷം വളർന്ന് ബലിഷ്ഠനായ നീ തന്നെയാണ്. നിന്റെ മഹത്വം വർദ്ധിച്ച ആകാശം വരെയും നിന്റെ ആധിപത്യം ഭൂമിയുടെ അതിരുകൾ വരെയും എത്തിയിരിക്കുന്നു. ആ വൃക്ഷം വെട്ടിമുറിച്ച് നശിപ്പിക്കുവിൻ. എന്നാൽ അതിൻ്റെ കുറ്റി വേരുകളോടൊപ്പം ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിതമായി വയലിലെ ഇളം പുല്ലുകളുടെ ഇടയിൽ ഉപേക്ഷിക്കുക. ആകാശത്തിലെ മഞ്ഞുകൊണ്ടവൻ നനയട്ടെ. 7 സംവത്സരം കഴിയും വരെ അവൻ്റെ ഭാഗതയും വന്യമൃഗങ്ങളോടൊപ്പമായിരിക്കട്ടെ. എന്നിങ്ങനെ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് വിളിച്ചു പറയുന്നത് രാജാവ് കണ്ടല്ലോ. രാജാവേ, ഇതാണതിൻ്റെ വ്യാഖ്യാനം. അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് എൻ്റെ നാഥനായ രാജാവിൻ്റെ മേൽ വന്ന വിധിവാചകമാണിത്. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും. നിന്റെ വാസം വന്യമൃഗങ്ങളോട് കൂടെ ആയിരിക്കും. കാളയെപ്പോലെ പുല്ല് തിന്നുന്നതിന് നീ നിർബന്ധിതനാകും. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നീ നനയും. അങ്ങനെ 7 സംവത്സരം കടന്നു പോകും. അപ്പോൾ അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും. സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ കുറ്റിവേര് ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് നിന്റെ രാജ്യം നിനക്ക് തിരിച്ചു കിട്ടും.
അതിനാൽ രാജാവേ, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട്, അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഒരുപക്ഷെ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കും. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ചു. 12 മാസം കഴിഞ്ഞ് ബാബിലോണിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലുലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു. നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്. രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ല് തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താനിച്ഛിക്കുന്നവൻ അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നതുവരെ 7 സംവത്സരം കടന്നു പോകും. അപ്പോൾ തന്നെ ആ വാക്കുകൾ നെബൂഖദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം വഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ആധിപത്യം അനന്തമാണ്. അവിടുത്തെ രാജ്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. സകല ഭൂവാസികളും അവിടുത്തെ മുൻപിലൊന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇച്ഛയ്ക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയാനോ എന്താണ് ഈ ചെയ്തതെന്ന് അവിടുത്തോട് ചോദിക്കാനോ സാധിക്കുകയില്ല. ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി. എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ രാജ്യത്വവും പ്രതാപവും എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ ഉപദേശകന്മാരും പ്രഭുക്കന്മാരും എന്നെ തേടി വന്നു. എൻ്റെ രാജ്യത്തിൽ ഞാൻ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ടു. പൂർവാധികം മഹത്വം എനിക്ക് ലഭിച്ചു. നെബൂഖദ്നേസറായ ഞാൻ ഇപ്പോൾ സ്വർഗത്തിൻ്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ്. അഹങ്കാരികളെ താഴ്ത്താൻ അവിടുത്തേക്ക് കഴിയും. അധ്യായം 5. ചുവരെഴുത്ത്. ബെൽഷാസർ രാജാവ് തൻ്റെ പ്രഭുക്കന്മാരിൽ 1000 പേർക്ക് ഒരു വിരുന്ന് നൽകുകയും അവരോടൊപ്പം വീഞ്ഞു കുടിക്കുകയും ചെയ്തു. വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവായ താനും തൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തൻ്റെ പിതാവായ നെബൂഖദ്നേസർ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദൈവപീഠത്തിന് നേരെ രാജകൊട്ടാരത്തിൻ്റെ മിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. രാജാവ് വിവരണനായി. അവൻ ചിന്താധീനനായി. കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയടിക്കുകയും ചെയ്തു. ആഭിചാരകരെയും കൽദായരെയും ജ്യോത്സ്യന്മാരെയും വരുത്താൻ അവൻ വിളിച്ചു പറഞ്ഞു. രാജാവ് ബാബിലോണിലെ ജ്ഞാനികളോട് പറഞ്ഞു, ഈ എഴുത്ത് വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാല ചാർത്തി രാജ്യത്തിൻ്റെ 3ാം ഭരണാധികാരിയാക്കുന്നതാണ്. രാജാവിൻ്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിലും അവർക്കാർക്കും എഴുത്ത് വായിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ ബെൽഷാസർ രാജാവ് അത്യന്തം അസ്വസ്ഥനായി. അവൻ വിവരണനായി. അവൻ്റെ പ്രഭുക്കന്മാരും പരിഭ്രാന്തരായി. രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട് രാജ്ഞി വിരുന്നുശാലയിലെത്തി. അവൾ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. നിന്റെ വിചാരങ്ങൾ നിന്നെ അസ്വസ്ഥനാക്കുകയോ നിന്നെ വിവരണനാക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നിന്റെ രാജ്യത്ത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട്. നിന്റെ പിതാവിൻ്റെ കാലത്തെ ദേവന്മാരുടേതുപോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടിരുന്നു. അസാധാരണമായ ബുദ്ധിയും വിജ്ഞാനവും, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഗൂഢാർത്ഥവാക്യങ്ങൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട അറിവും താൻ ബെൽത്തശാസർ എന്ന് വിളിച്ചിരുന്ന ദാനിയേൽ എന്നവനിൽ ഉണ്ടെന്ന് കണ്ട് അങ്ങയുടെ പിതാവായ നെബൂഖദ്നേസർ രാജാവ്
അവനെ മന്ത്രവാദികളുടെയും ആഭിചാരകരുടെയും കൽദായരുടെയും ജ്യോത്സ്യരുടെയും തലവനാക്കിയിരുന്നു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കുക, അവൻ വ്യാഖ്യാനമറിയിക്കും. ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, രാജാവായ എൻ്റെ പിതാവ് യൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നീ തന്നെയാണല്ലോ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം പറയുന്നതിന് വേണ്ടി ജ്ഞാനികളെയും ആഭിചാരകന്മാരെയും എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് ആർക്കും അത് വിശദീകരിക്കാൻ സാധിച്ചില്ല. വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ നിനക്ക് കഴിഞ്ഞാൽ ധൂമ്രവസ്ത്രവിഭൂഷിതനായി കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിൻ്റെ 3ാം ഭരണാധികാരിയാകും. ദാനിയേൽ രാജസന്നിധിയിൽ ഉണർത്തിച്ചു, നിന്റെ സമ്മാനങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ, മറ്റാർക്കെങ്കിലും കൊടുത്തേക്കൂ. ലിഖിതം വായിച്ച അർത്ഥം ഞാൻ പറഞ്ഞു തരാം. രാജാവേ, അത്യുന്നതനായ ദൈവം നിന്റെ പിതാവായ നെബൂഖദ്നേസറിന് രാജത്വവും മഹത്വവും പ്രതാപവും ആധിപത്യവും നൽകുകയും അവിടുന്ന് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവൻ്റെ മുൻപിൽ ഭയപ്പെട്ടു വിറച്ചു. അവൻ ഇഷ്ടാനുസരണം കൊല്ലുകയോ ജീവിക്കാൻ അനുവദിക്കുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തു പോന്നു. എന്നാൽ അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്നവൻ ബഹിഷ്കൃതനായി. അവന് മഹത്വം നഷ്ടപ്പെട്ടു. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെട്ടു. അവൻ്റെ മനസ്സ് മൃഗതുല്യമായി. അവൻ്റെ വാസം കാട്ടുകഴുതകളോടൊത്തായി. അവൻ കാളയെപ്പോലെ പുല്ല് തിന്നു. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹം നനഞ്ഞു. അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നതെന്നും അവിടെ നിശ്ചയിക്കുന്നവരെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതുവരെ അവനിങ്ങനെ കഴിഞ്ഞു. എന്നാൽ അവൻ്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ ഹൃദയം വിനീതമാക്കിയില്ല. സ്വർഗത്തിൻ്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ വീഞ്ഞു കുടിച്ചു. വെള്ളി, സ്വർണം, ഓട്, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു. എന്നാൽ നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇതെഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇതാണ്: മെനെ മെനെ തെഖേൽ പാർസീൻ. ഇതാണ് അർത്ഥം. മെനെ, ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഖേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പേരസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ബൽഷാസർ കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിന് ധൂമ്രവസ്ത്രം അണിയിക്കുകയും അവൻ്റെ കഴുത്തിൽ പൊന്മാല ചാർത്തുകയും അവൻ രാജ്യത്തിലെ 3ാം ഭരണാധികാരിയായിരിക്കുമെന്ന് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ കൽദായ രാജാവായ ബൽഷാസർ കൊല്ലപ്പെട്ടു. രാജ്യം 62 വയസ്സ് പ്രായമുള്ള മേദിയക്കാരനായ ദ്വാരിയൂസിന് ലഭിച്ചു. അധ്യായം 6. ദാനിയേൽ സിംഹക്കുഴിയിൽ. രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസിന് തോന്നി. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരിലൊരുവൻ ദാനിയേലായിരുന്നു. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. അത്ഭുതകരമായ ദൈവിക ചൈതന്യമുണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയുംകാൾ ശ്രേഷ്ഠനായി തീർന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിൻ്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു,
ദാരിയൂസ് രാജാവ് നീണാൾ വാഴട്ടെ. എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞുകളയുമെന്നൊരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. രാജാവേ, മേദ്യക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്രവെച്ച് സ്ഥിരീകരിക്കണം. ദാരിയൂസ് നിരോധനാജ്ഞയിൽ മുദ്രവെച്ചു. രേഖയിൽ മുദ്രവെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. മേൽപ്പറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചിരുന്നത് പോലെ ചെന്ന് ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു. അവർ രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളുമെന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നില്ലേ? രാജാവ് പറഞ്ഞു, മേദ്യക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ, യൂദായിൽ നിന്നുള്ള പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച നിരോധനാജ്ഞയാകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിനു വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവൻ പരിശ്രമിച്ചു. അപ്പോൾ ആലോചിച്ചുറച്ചു വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മേദ്യക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനവും മാറ്റിക്കൂടാ. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ടടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ടതിനെ മുദ്രവെക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി. രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി. വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിലെറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി, അസ്ഥികൾ ഒടിച്ചു നുറുക്കി. ദാരിയൂസ് രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി, നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമാകട്ടെ. എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭയന്ന് വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. ദാരിയൂസിൻ്റെയും പേർഷ്യക്കാരനായ സൈറസിൻ്റെയും ഭരണകാലത്ത് ദാനിയേൽ ഐശ്വര്യപൂർവ്വം ജീവിച്ചു. അധ്യായം 7. ദാനിയേലിൻ്റെ ദർശനങ്ങൾ. 4 മൃഗങ്ങൾ. ബാബിലോൺ രാജാവായ ബെൽഷാസറിൻ്റെ 1-ാം ഭരണവർഷം ദാനിയേലിന് ഉറക്കത്തിൽ ഒരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി. അവൻ സ്വപ്നം എഴുതിയിടുകയും അതിൻ്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു.
ദാനിയേൽ പറഞ്ഞു, ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെ പോലെ ആയിരുന്നു ആദ്യത്തേത്. അതിന് കഴുകൻ്റെ ചിറകുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുകാലിൽ നിർത്തി. മനുഷ്യൻ്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. ഇതാ രണ്ടാമത്തേത് കരടിയെപ്പോലെ മറ്റൊരു മൃഗം. അതിൻ്റെ ഒരു വശം ഉയർത്തപ്പെട്ടു. അത് 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുകളുള്ള പുള്ളിപ്പുലിയെപ്പോലെ മറ്റൊരു മൃഗം. അതിന് 4 തലകൾ ഉണ്ടായിരുന്നു. ആധിപത്യം അതിന് നൽകപ്പെട്ടു. ഇതിനുശേഷം നിശാദർശനത്തിൽ ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തനുമായ 4ാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്കുപല്ലുകൾ ഉണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. മുമ്പേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ മുളച്ചു വരുന്നു. അതിൻ്റെ വരവോടെ ആദ്യത്തേതിൽ 3 വേരോടെ പിഴുതു മാറ്റപ്പെട്ടു. ഇതാ ഈ കൊമ്പിൽ മനുഷ്യൻ്റേതുപോലുള്ള കണ്ണുകളും വൻപ് പറയുന്ന ഒരു വായും. മനുഷ്യപുത്രൻ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി. പുരാതനനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ. തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം. അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവൻ്റെ മുൻപിൽ നിന്നു. ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. കൊമ്പിൻ്റെ വൻപ് പറച്ചിൽ കേട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അതിൻ്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കപ്പെടുകയും ചെയ്തു. മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു. എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടുനിന്നു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകുകയും അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്. അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. ഞാൻ ദാനിയേൽ ഉത്കണ്ഠാകുലനായി. ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അവിടെ നിന്നിരുന്നവരിൽ ഒരുവനെ സമീപിച്ച് ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന 4 രാജാക്കന്മാരാണ് ഈ 4 മഹാമൃഗങ്ങൾ. എന്നാൽ അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും കൂടുതൽ ഭയങ്കരനും ഉരുക്കുപല്ലും ഓട്ടുനഖവുമുള്ളവനും വെട്ടി വിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളവയെ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തവനുമായ 4ാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ തലയിലുണ്ടായിരുന്ന 10 കൊമ്പുകളെയും മറ്റ് 3 വീഴ്ത്തിയതും കണ്ണുകളും വൻപ് പറയുന്ന വായുമുള്ളതും മറ്റുള്ളവയേക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച സത്യം അറിയുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. പുരാതനനായവൻ വന്ന് അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നതുവരെ, പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, 4ാമത്തെ മൃഗം ഭൂമിയിലെ 4ാമത്തെ ഒരു സാമ്രാജ്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളിലും നിന്ന് അത് വ്യത്യസ്തമായിരിക്കും. അത് ഭൂമി മുഴുവൻ വെട്ടി വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും ചെയ്യും. ഈ സാമ്രാജ്യത്തിലുള്ള ഉയർന്നു വരുന്ന 10 രാജാക്കന്മാരാണ് 10 കൊമ്പുകൾ. അവർക്കെതിരെ വേറൊരുവൻ അവരുടെ പിന്നാലെ വരും. തൻ്റെ മുൻഗാമികളിൽ നിന്ന് അവൻ ഭിന്നനായിരിക്കും. അവൻ 3 രാജാക്കന്മാരെ താഴെ ഇറക്കും. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതൻ്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും ഉത്സവദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. എന്നാൽ ന്യായാധിപസഭ അവൻ്റെ കയ്യിൽ
വിധി പ്രസ്താവിക്കാൻ ഉപവിഷ്ടമാവുകയും അവൻ്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതൻ്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ദർശനത്തിൻ്റെ വിശദീകരണം. ഞാൻ ദാനിയേൽ എൻ്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായി, ഞാൻ വിവരണനായി, എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു.